ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലി പ്രൈം 6ന്റെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ടാലി പ്രൈം ലേറ്റസ്റ്റ് വേർഷനാണ് 6.0. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ ID കൊടുക്കാം. അപ്പോൾ അതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ്, ടാലി പ്രൈം 6ന്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ നമ്മുടെ വേർഷൻ ഏതാണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കാണുക? അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് F1 ഹെൽപ്പ് എന്നുള്ളതുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എബോട്ട് ഇവിടെ കാണിക്കും. ഇവിടെ നമുക്ക് എബോട്ടിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടാലിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് വേർഷൻ എന്നുള്ള ഡീറ്റെയിൽസ് വരും. ഇവിടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഏത് വേർഷനാണ്, നമ്മുടെ ലൈസൻസിൻ്റെ പൊസിഷൻ, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കാണിക്കും. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റിൽ തന്നെ നമുക്ക് ഈ ടാലിയുടെ ഒരു ലോഗോ തന്നെയാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലോഗോ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കണ്ടോ നിങ്ങൾക്ക്, ടാലി പ്രൈം പറഞ്ഞിട്ടുള്ള ഒരു ലോഗോ ആണ് ഉള്ളത്. അത് 6ൽ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഇത് എന്ന് പറയുന്നത്. അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ബാങ്കിങ് സിസ്റ്റമാണ്. അതായത് നമ്മൾക്ക് ബാങ്കുമായിട്ട് നമ്മൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്ക് ഡാറ്റകളൊക്കെ നമ്മൾക്ക് ഇപ്പം നമ്മളുടെ ബാങ്കിൻ്റെ ബാലൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് അറ്റ് ദ സ്പോട്ടിൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ടാലിയും ബാങ്കുമായിട്ട് നമ്മൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എക്സ്ചേഞ്ചിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. എക്സ്ചേഞ്ചിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും, നമുക്ക് ഗെറ്റ് ബാലൻസ് പറഞ്ഞിട്ട് കാണിക്കും, അറ്റ് ബാങ്കിങ് ഓപ്ഷൻസ് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ടാലിയിൽ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ ബാങ്കിൻ്റെ ബാലൻസിലേക്ക് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഗെറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഗെറ്റ് ബാലൻസ് ഉണ്ട്. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗെറ്റ് ബാലൻസ്, അതായത് നമുക്ക് ബാങ്കിൻ്റെ ലെഡ്ജർ, അക്കൗണ്ട് നമ്പർ, അവൈലബിൾ ബാലൻസ് ആസ് പെർ ബാങ്ക്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ, ലാസ്റ്റ് അപ്ഡേറ്റഡ് ഓൺ സ്റ്റാറ്റസ്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നമ്മുടെ ടാലിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിന് നമുക്ക് അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്കത് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. അപ്പോൾ അറ്റ് ദ സ്പോട്ടിൽ തന്നെ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ നമുക്ക് ഒറിജിനൽ വേർഷൻ ആണല്ലോ കേട്ടോ നമുക്കത്, അപ്പോൾ നമുക്ക് ഒറിജിനൽ വേർഷനിലാണ് കേട്ടോ നമുക്കത് കണക്റ്റിങ്ങും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബാങ്കിങ്ങുമായിട്ട് നമുക്ക് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. അടുത്തൊരു പ്രധാനപ്പെട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലൗഡ് വേർഷനാണ്. അതായത് ലോകത്തിൻ്റെ എവിടെ ഇരുന്നിട്ടും നമുക്ക് ടാലി ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുമ്പേ ആണെങ്കിൽ അത് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ കമ്പനിയിൽ നിന്നുകൊണ്ട് തന്നെ ഇട പറ്റുള്ളൂ. ഇപ്പോൾ എവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് എന്താണ് നമ്മളുടെ ടാലി നമ്മൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ക്ലൗഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ടാലി ഇപ്പോൾ എന്താണ് ഒരു ക്ലൗഡ് വേർഷനായിട്ട് മാറിയിട്ടുണ്ട്. അടുത്തൊരു ഫീച്ചറെ പറഞ്ഞാൽ, നമുക്ക് ഈ ബാങ്കിങ്ങും നമുക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് GSTയും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എക്സ്ചേഞ്ചിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ഇവിടെ കാണിക്കും ഓൾ GST ഓപ്ഷൻസ് തൊട്ട് ഇവിടെ കാണിക്കും. നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ GST ലോഗിൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് GST റിട്ടേൺസ് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും. വേറെ എവിടേക്ക് നമുക്ക് പോകേണ്ട. അതുപോലെ തന്നെ ഡൗൺലോഡ് GST എടുക്കാം. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഫയൽ GSTR1 ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് GSTR1 നമുക്ക് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ടാലിയുടെ ഫീച്ചർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മുകളിൽ കമ്പനി എടുത്തു. ഇവിടെ നമുക്ക് F11 ഫീച്ചർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് F11 ഫീച്ചർ എടുത്തു. ഇവിടെ നമുക്ക് എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾക്ക് കണക്റ്റഡ് GST ഡീറ്റെയിൽ, അപ്പോൾ ഈ ഒരു കമ്പനിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് GSTയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് GSTയുടെ യൂസർ നെയിമും അതേപോലെ തന്നെ നമ്മൾക്ക് ഫയലിങ്ങും നമുക്ക് ഇവിടെ നമുക്ക് ജസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാം.
അതേപോലെ തന്നെ നമുക്ക് ഫയലിംഗ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് DSC ഉണ്ട്, അതേപോലെ തന്നെ EVC ഉണ്ട്. അതായത് നമ്മൾക്ക് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് DSC പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് EVC ഉണ്ട്. അതായത് EVC പറഞ്ഞാൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. അതായത് EVC പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു ഫയലിംഗ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ അത് നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ തന്നെയാണ്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യുന്നിടത്താണ്. അതായത് നമ്മൾക്ക് ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യുക, വെരിഫൈ ചെയ്യുക ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അവിടെയാണ് നെക്സ്റ്റ് പ്രത്യേകത വന്നിരിക്കുന്നത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഡാറ്റ സെലക്ട് ചെയ്തിട്ടെടുക്കാം. Alt+Y സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും, സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. സ്പ്ലിറ്റ് ഡാറ്റയുടെ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പം മുമ്പ് നമ്മൾക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെരിഫൈ ഡാറ്റയും സ്പ്ലിറ്റ് ഡാറ്റയും മുമ്പ് വേറെ വേറെ ആയിരുന്നു. അതായത് ടാലി പ്രൈമർ 5 വരെ എന്താണ് സ്പ്ലിറ്റ് ഡാറ്റയും ആദ്യം വെരിഫൈ ഡാറ്റ ചെയ്യണം, എന്നിട്ട് സ്പ്ലിറ്റ് ഡാറ്റ ചെയ്യണം. എന്നാൽ ഇതിലെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ടും നമുക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് വെരിഫൈ ഇവിടെ നിന്ന് തന്നെ ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വെരിഫൈ നമ്മൾ എടുത്തു, നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ വെരിഫൈ പറഞ്ഞാൽ നമ്മുടെ എറേഴ്സ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളത്, അതായത് ഇൻറ്റേർണൽ എറേഴ്സ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് വെരിഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഡാറ്റകൾ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് സ്പ്ലിറ്റിൻ്റെ അവിടെ എടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് സ്പ്ലിറ്റ് ഡാറ്റ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ സ്പ്ലിറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല, വെറുതെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ഡാറ്റ നമുക്ക് ഒന്നും കൂടി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ടാലി പ്രൈമർ 6. ഇവിടെ നമുക്ക് കാണിക്കും ഫ്രം സ്പ്ലിറ്റ് ഡേറ്റ്. നമുക്ക് സ്പ്ലിറ്റ് ഡേറ്റ് മുതൽക്കുള്ള ഡാറ്റകൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ബിഫോർ സ്പ്ലിറ്റ് ഡേറ്റ്, നമുക്ക് സ്പ്ലിറ്റ് ഡേറ്റിൻ്റെ മുമ്പുള്ള ഡാറ്റകൾ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇൻറ്റു 2 കമ്പനീസ്, 2 കമ്പനികളും കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അതായത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 കമ്പനി ആയിട്ടാണല്ലോ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 നമുക്ക് ഒരുമിച്ചിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റു 2 കമ്പനീസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ സ്പ്ലിറ്റിൽ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചറുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു ഫീച്ചറാണ്, അത് ആക്ച്വലി ടാലി പ്രൈമർ 6 വന്നിട്ടുള്ളതല്ല, ടാലി പ്രൈമർ 5.0 വന്നിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതായത് നമ്മൾക്ക് ഇങ്ങനെ ഇപ്പോൾ എൻട്രി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രൈപ്പായിട്ട് ഒരു ലൈനായിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമുക്ക് F12 അടിക്കാം. F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണും, എനേബിൾ സ്ട്രൈപ്പ് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ഈ ഒരു ഓപ്ഷൻ നമുക്ക് യെസ് കൊടുക്കാം. ഇത് നമ്മൾ കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. ഇനി നമ്മളൊരു എൻട്രി ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് നമുക്കിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്കിവിടെ ഇങ്ങനെ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ എൻ്റർ എൻ്റർ. ഇവിടെ നമുക്കിപ്പോൾ ഫർണിച്ചറാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഫർണിച്ചർ അടിച്ചു, നമ്മളിവിടെ എമൗണ്ട് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ കണ്ടു നമുക്കിങ്ങനെ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ കാണുന്നില്ലേ, ചെറിയ ലൈനുകളായിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ലൈനുകളായിട്ടാണ് ഉണ്ടായിരിക്കുക. റിപ്പോർട്ട് എടുത്ത് നോക്കേണ്ട സമയത്താണെങ്കിലും ഈ ചെറിയ ചെറിയ സ്ട്രൈപ്പുകളായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് 6 വന്നിട്ടുള്ള ഫീച്ചർ അല്ല, ടാലി പ്രൈമർ 5 മുതൽക്കാണ് ഈ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ടാലി പ്രൈമർ 6 വന്നിട്ടുള്ള പുതിയ ഫീച്ചർ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയുന്നത് പറഞ്ഞാൽ ബാങ്കിങ് കണക്റ്റാണ്, അതേപോലെ തന്നെ GSTയും കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഞൊടിയിടയിൽ തന്നെ നമുക്ക് ബാങ്കിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് നെറ്റ് ബാങ്കിങ് വഴി നമ്മൾക്ക് കണക്ട് ചെയ്യേണ്ട എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. മുകളിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തു. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കണ്ടു ബാങ്ക് ഡീറ്റെയിൽസും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഡാറ്റകൾ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ റീകൺസിൽ ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണെന്ന് അർത്ഥം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ റീകൺസിൽ ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് ബാങ്കിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഡാറ്റകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ടാലി പ്രൈമർ 6 വരുന്നിട്ടുള്ള ഫീച്ചറുകൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.